AD 52 കേരളത്തിലെത്തിയ ക്രിസ്തുമത ശിഷ്യനായ സെൻറ് തോമസ് സ്ഥാപിച്ച 7 പള്ളികളിൽ 7 കേരളത്തിലാണ്. അവസാനത്തേതായ അരപ്പള്ളി തെക്കൻ തിരുവിതാംകൂറിൽ പത്മനാപുരത്തിന് 2 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള തിരുവിതാംകൂട്, ഇന്നത്തെ കന്യാകുമാരി ജില്ല ആണ് എന്ന തിരുത്തലോടെ സെൻറ് ജൂഡ് പള്ളിയുടെ ചരിത്രത്തിൻ്റെ 2ാം എപ്പിസോഡ് ആരംഭിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഈശോ സഭാംഗമായിരുന്ന ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തലനായി വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നേതൃത്വത്തിൽ ഈശോ സഭക്കാർ നടത്തിയ മിഷൻ പ്രവർത്തനങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ബലിഷ്ഠമായ അടിത്തറയുറപ്പിച്ചു. 1506 ഏപ്രിൽ 7 സ്പെയിനിലെ നവാറയിൽ ജനിച്ച സേവ്യർ 1542 ഗോവയിലെത്തിയത്. 1545 നവംബറിൽ തിരുവിതാംകൂറിലെ കോട്ടാർ ആസ്ഥാനമാക്കി മിഷൻ പ്രവർത്തനം തുടർന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നത് തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിലും കൊല്ലം മുതലുള്ള കടൽ തീരങ്ങളിലുമായിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കോട്ടാർ, തൂത്തുക്കുടി മുതലായ സ്ഥലങ്ങളിലായിരുന്നു. സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈശോ സഭക്കാരുടെ പ്രധാനപ്പെട്ട 2 മിഷൻ കേന്ദ്രങ്ങളായിരുന്നു മധുര മിഷനും നേമം മിഷനും. 1814 ഈശോ സഭയ്ക്ക് പുനർജന്മം ലഭിച്ചപ്പോൾ മധുര മിഷനിൽ പ്രേക്ഷിത പ്രവർത്തനം പൂർവാധികം ഊർജ്ജസ്വലതയോടെ പുനരാരംഭിച്ചു. 1773 ഈശോ സഭ നിരോധിക്കുന്നതിന് മുമ്പ് 1701 സ്ഥാപിതമായതാണ് നേമം മിഷൻ. നേമം കേന്ദ്രമാക്കി തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഉൾനാടുകളിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈശോ സഭക്കാർ നടത്തിയ ത്യാഗപൂർണവും വീരോചിതവുമായ പ്രവർത്തനമായിരുന്നു നേമം മിഷൻ. നേമം മിഷൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് 1708 മധുര മിഷനിൽ നിന്നും അതിനെ വേർപെടുത്തി. 1741 തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം തടവുകാരനായി പിടിക്കപ്പെട്ട 24 പേരിൽ ബെൽജിയം സ്വദേശിയും കത്തോലിക്കനുമായ ഡിലനോയിയും ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അംഗരക്ഷകനായും പിന്നീട് പടത്തലവനായും സർവ്വസൈന്യാധിപനായും 37 വർഷം സേവനമനുഷ്ഠിച്ച ഡിലനോയിൽ നിന്നും ക്രിസ്തുമത തത്വങ്ങൾ പഠിച്ച നീലകണ്ഠ പിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവസഹായം പിള്ള ആയതോടെ സ്ഥിതിഗതികൾ മാറിമറിയുകയും തിരുവിതാംകൂറിൽ മതപീഡനം ആരംഭിക്കുകയും ചെയ്തു. 1752 ജനുവരി 14 രക്തസാക്ഷിത്വം വഹിച്ച ദേവസഹായത്തിൻ്റെ വീരചരമത്തിന് ശേഷം കത്തോലിക്കരെ അപഹസിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ രാജാവ് വിളംബരം ചെയ്തു. നേമം മിഷൻ്റെ പരിധിയിലുണ്ടായിരുന്ന ക്രൈസ്തവർ മറ്റ് മതസ്ഥരുടെയും അധികാരവർഗത്തിൻ്റെയും നിഷ്ഠൂരമായ മതപീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ടിരുന്നു. പീഡന നടപടികളിൽ ഭയാക്രാന്തരായ ആയിരക്കണക്കിന് ആളുകൾ മലമ്പ്രദേശങ്ങളിൽ ഓടിയൊളിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ സഭ നിരോധിക്കപ്പെട്ടതോടെ നേമം മിഷൻ പ്രവർത്തനരഹിതമായി എങ്കിലും ഈശോ സഭാ വൈദികർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അത്യധികം സാഹസികതയോടെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. തങ്ങൾക്കുണ്ടായിരുന്ന മിഷനുകളുടെ കാര്യം നടത്തിവന്ന അവരുടെ അന്ത്യം കുറിച്ചത് രോഗവും മരണവുമായിരുന്നു. നിരന്തരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നുവെങ്കിലും ഈശോ സഭാ മിഷണറിമാർ പകർന്ന വിശ്വാസദീപം അണഞ്ഞുപോകാതെ അസാമാന്യ ധീരതയോടും അടിയുറച്ച വിശ്വാസത്തോടും കൂടെ കാത്തുസൂക്ഷിച്ച നിരവധി ധീര രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ദീപ്തിയിൽ
നിന്നുത്ഭവിച്ച നേമം മിഷനാണ് നെയ്യാറ്റിൻകര രൂപതയുടെ പിള്ളത്തൊട്ടിൽ എന്നു പറയാം.